ഹലോ, ഗുഡ് മോർണിംഗ്. ബിലാൽ ഫാത്തിമ ബ്ലോഗിലോട്ട് സ്വാഗതം. എന്താണ്, എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. പനിയായിരുന്നു, ഇന്നലെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അൽഹംദുലില്ലാ ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഇടിയപ്പവും മുട്ടക്കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിന് ഞാൻ പൊടി വാട്ടി വെച്ചിട്ടുണ്ട്. മുട്ടക്കറിക്കുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് സവാള ഇട്ടെടുക്കാം അല്ലേ. ഒന്ന് വാടിട്ട് കേട്ടോ. വാടിയിട്ട് തക്കാളി ഇഞ്ചി ഇട്ട് കൊടുക്കണ്ടേ. നമുക്കിതൊന്ന് തേങ്ങ ഒന്ന് 4 പിഴിഞ്ഞെടുക്കണേ. അതവിടെ ആവട്ടെ കേട്ടോ. തക്കാളി ഇട്ട് കൊടുക്കാനേ. തക്കാളി ഒന്ന് നല്ലോണം വഴണ്ട് വന്നിട്ട് ഇത് പൊടികളിടാം കേട്ടോ. ഓക്കെ, പൊടികളിട്ട് നമ്മൾ വലിയ പച്ചമുളക് ഒരു വലുതും ഒരു ചെറുതാണ് എടുത്തേക്കണേ. അപ്പോൾ ഒരു 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ഗരം മസാല, 1 സ്പൂൺ ചെറിയ സ്പൂണ് 1 സ്പൂൺ മല്ലിപ്പൊടി. ഞാനത് പൊടി ഇടുമ്പോൾ എനിക്ക് ഫോൺ പിടിക്കാൻ ആളില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടേ. അല്ലെങ്കിൽ പിന്നെ പ്ലേറ്റിൽ സെപ്പറേറ്റ് എടുത്ത് കാണിക്കായിരുന്നു, ഞാനത് ഓർത്തില്ല. അതൊന്ന് സിമ്മിലിടണേ. പൊടി ഇടുമ്പോഴേ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് 1-ാം പാല്, ഇത് 2-ാം പാല്. കുറച്ച് തേങ്ങ മതി, ഒത്തിരി തേങ്ങ ഒന്നും വേണ്ട. അപ്പോൾ 2 പാലായി എടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ അത് ഓൾറെഡി ആയിട്ടുണ്ട്. നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പാലൊന്ന് ജസ്റ്റ് തിളക്കണതിന് മുന്നേ നമുക്ക് ഓൾറെഡി ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തെ നമുക്ക് പതുക്കെ മുട്ടനെ നമുക്കിതിലോട്ട് പതുക്കെ പൊട്ടിച്ച് വയ്ക്കണേ. ഞാൻ പൊട്ടിച്ച് ഒഴിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ടത് ഹാഫ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1-ാം പാലും വെച്ച് കൊടുക്കാം അല്ലേ. ഓക്കെ, ഒന്ന് ഇളക്കിയിട്ട് പിരിയൊന്നുമില്ല കേട്ടോ. നല്ലോണം ഇളക്കാം. ഒന്നൊന്ന് തിളച്ച് വരട്ടെ, ഒരു 5 മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇടിയപ്പമൊക്കെ തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ചട്ടിയിലോട്ട് വെക്കാം. വെള്ളം തിളച്ചു. ഓക്കെ, അടുത്തത് മൂടിയേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇടിയപ്പം ആവാൻ പോകുന്നു. മുട്ടക്കറി ആയിട്ടുണ്ട്. മുട്ടക്കറി ചപ്പാത്തിക്കും പൂരിക്കൊക്കെ ബെസ്റ്റാണ്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പുഴുങ്ങിയിടാം കേട്ടോ. ഞാൻ പുഴുങ്ങി ഇതാകുമ്പോൾ കുറച്ചുകൂടെ ഒരു നല്ല ഫ്ലേവർ ഉണ്ടാവും മുട്ടയുടെ, അതുകൊണ്ടാണ്. അപ്പോൾ മുട്ടക്കറി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പുഴുങ്ങിയിടാം, വെക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറേ സാധനങ്ങളൊന്നും വേണ്ട, നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഓക്കെ, അപ്പോൾ മുട്ടക്കറി ഇടിയപ്പമാണ് ഇന്നത്തേത്. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ, താങ്ക് യു.